Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് പയ്യന്നൂരിൽ ഭാഗികം. പണിമുടക്ക് KSRTC MD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം KSRTCയെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് ഗതാഗത മന്ത്രി. ചീമേനിയിൽ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയി 4 മണിക്കൂറിനകം വീട് കുത്തിത്തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീടാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം ആണവ ഊർജ്ജമാണെന്ന നിർദ്ദേശം കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ചീമേനി ഗ്രാമം വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ ആഴത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ചീമേനി പുതിയ കാലത്ത് ആണവ നിലയത്തിന്റെ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നു. പഴയങ്ങാടിയിലെ കുരുക്കഴിക്കാൻ നടപടിയുമായി അധികൃതർ. മുന്നറിയിപ്പുമായി പോലീസും പഞ്ചായത്ത് അധികൃതരും. പഴയങ്ങാടിയിലെ അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിംഗും ഒഴിവാക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് പയ്യന്നൂരിൽ ഭാഗികം. KSRTC സർവീസുകൾ മുടക്കി 24 മണിക്കൂറും പണിമുടക്കാനായിരുന്നു INTUC യൂണിയനുകളുടെ തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യണം എന്നതടക്കം 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തുന്നുണ്ട്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC MD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് 24 മണിക്കൂർ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, KSRTCയിൽ നിലവിലെ പ്രതിസന്ധികൾ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും LDF സർക്കാർ നടത്തി വരുന്നുണ്ട്. ശമ്പളം യഥാസമയം 1-ാം തീയതി തന്നെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. പക്ഷേ ഈ ഉറപ്പുകളൊന്നും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും നൽകുന്ന ഉറപ്പുകൾ വളരെ വലിയ താമസമില്ലാതെ പാലിക്കപ്പെടുമെന്ന സ്ഥിതി നിലവിലുണ്ട്. അതിനിടയിലാണ് തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യം ഉന്നയിച്ചുകൊണ്ട് TDF പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. എന്തായാലും പണിമുടക്ക് ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞ മുഴുവൻ ജീവനക്കാരെയും അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. KSRTC പയ്യന്നൂർ ഡിപ്പോയിലെ ഭൂരിഭാഗം സർവീസുകളും കൃത്യമായി നടന്നു. KSRTC സർവീസുകൾ മുടക്കി 24 മണിക്കൂറും പണിമുടക്കാനായിരുന്നു INTUC യൂണിയനുകളുടെ തീരുമാനം. സംസ്ഥാനത്തുടനീളം 24 മണിക്കൂർ സമരമാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF പ്രഖ്യാപിച്ചത്. എന്നാൽ രാവിലെ മുതൽ സർവീസുകൾ ഒന്നും തന്നെ മുടങ്ങിയില്ല. ജീവനക്കാരും കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിച്ചു. ഓർഡിനറി, സ്വിഫ്റ്റ്, ദീർഘദൂര ബസ്സുകൾ എല്ലാം നിരത്തിലിറങ്ങി. സമരത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. സമരം KSRTCയെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് മന്ത്രി വിമർശിച്ചു. സമരം പൊതുജനങ്ങളെ ബാധിക്കാനിടയുണ്ട്. 50% ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തില്ലെന്നാണ് സമരക്കാരുടെ അവകാശവാദം. എന്നാൽ പണിമുടക്ക് പയ്യന്നൂരിൽ ഭാഗികമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനിയിൽ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയി 4 മണിക്കൂറിനകം വീട് കുത്തിത്തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീടാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്.
വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ചീമേനിയിൽ വീട് കുത്തി തുറന്ന വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളികൊണ്ടുള്ള പാത്രങ്ങളുമാണ് മോഷണം പോയത്. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ എൻ മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. വീട്ടിലെ ജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിയെയും ഭാര്യയെയും കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടിൽ കന്നുകാലികളെ നോക്കിയിരുന്ന ചക്ര ഷാഹിയെയും ഭാര്യ ഇഷ ചൌധരി അഗർവാൾ എന്നിവരെയാണ് കാണാതായത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. കണ്ണൂരിൽ പോയി തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീട്ടിൽ കിടപ്പുമുറിയിലെ ഷെൽഫിൽ സൂക്ഷിച്ച 45 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ മേൽനോട്ടത്തിൽ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കാസർഗോഡ് നിന്നും വിരലടയാള വിദഗ്ധരും ഉച്ചയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേപ്പാൾ സ്വദേശികളെക്കുറിച്ച് കേരള പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദേശം നൽകി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം ആണവോർജ്ജമാണെന്ന നിർദ്ദേശം കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ചീമേനി ഗ്രാമം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ ആഴത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ചീമേനിയെ പുതിയ കാലത്ത് ആണവ നിലയത്തിന്റെ രൂപത്തിൽ വേട്ടയാടുകയാണോ? കാണാം സേതു നെടുമ്പ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം. ചീമേനിയിൽ ഒരിക്കൽ കൂടി മണികൾ മുഴങ്ങുകയാണ്. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സ്ഥലം ലഭ്യമാക്കിയാൽ ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാൻ തയ്യാറാണെന്ന കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രസ്താവനയോടെയാണ് ചീമേനി വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഏക്കർ കണക്കിന് ഭൂമി സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ് ചീമേനി. പ്രഖ്യാപനങ്ങൾ ഏറെ കേട്ട ചീമേനിക്ക് അടുത്ത കാലത്തായി കേൾക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള അശുഭ വാർത്തകളാണ്. ചരിത്രപരമായും രാഷ്ട്രീയപരമായും പാരിസ്ഥിതികമായും ഏറെ പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ് ചീമേനിയിലേത്. മനുഷ്യൻ കാലിമേച്ച് നടന്ന കാലത്തിന്റെ മായാത്ത മുദ്രകൾ ഇന്നും ചീമേനി പാറകളിലുണ്ട്. ശിലായുഗ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകളായ പഴുതറകളും നന്നങ്ങാടികളും ചീമേനിയുടെ സാംസ്കാരിക ഭൂപടത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നവയാണ്. ഇന്നത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആണവ നിലയം ലോകത്തെമ്പാടും തന്നെ ഡീകമ്മീഷൻ ചെയ്യുന്ന കാലമാണിത്. പ്രത്യേകിച്ച് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ആ ദുരന്തത്തിൻ്റെ 80-ാം വർഷം അടുത്ത് നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ചെർണോബിൽ, മുൻ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ആണവ നിലയം പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും അതിൻ്റെ ദുരന്തം തലമുറകളോളം മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ ആണവ നിലയങ്ങൾ ഓരോന്നും പൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷകരമായ ഈ ആണവ നിലയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിലെ ഉച്ചനീചത്വത്തിനെതിരെ പോരാടി കഴുമരത്തിലേറി കടന്നുപോയ 5 ധീരസഖാക്കളുടെ മണ്ണുകൂടിയാണിത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഏറെ പുഴകളുടെയും ജലാശയങ്ങളുടെയും സമൃദ്ധിക്ക് ഉറവിടമാണ് ചീമേനിയിലെ പാറപ്രദേശങ്ങൾ. വണ്ണാത്തിക്കാനവും നിരവധി കാവുകളും കൊണ്ട് സമ്പന്നമാണ് ചീമേനിയുടെ ഈ ഭൂപ്രദേശം. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ധാരാളം പള്ളങ്ങളുണ്ട് ഇവിടെ വന്നിരുന്നാൽ കണ്ണിനും മനസ്സിനും കുളിർമ ലഭിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകാനിടയില്ല. ചലച്ചിത്ര പ്രതിഭ അരവിന്ദൻ കുമ്മാട്ടിയുടെ ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്തതും ഈ ഭൂമിയാണ്. ചീമേനിയിലും പരിസര പ്രദേശത്ത് നിന്നുള്ളവരും പുരമേയാനുള്ള പുല്ലും ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകും കൃഷിക്കായുള്ള പച്ചിലവളവും ശേഖരിച്ചിരുന്നതും ഈ ചെങ്കൽക്കുന്നുകളിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന തോൽവിറക് സമരവും ചരിത്രത്തിലെ സുപ്രധാന അധ്യായമാണ്. കൃഷിയാണ് ഈ നാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗവും. മനുഷ്യന്റെ എല്ലാവിധ മേഖലകളിലേക്കും പടർന്നു നിൽക്കുന്ന ചീമേനിയിലേക്കാണ് ഇപ്പോൾ ആണവ നിലയമെന്ന ചർച്ച നീണ്ടുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ നടക്കുന്ന CPM 13ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഉയർത്താനുള്ള
കൊടിമരം ചീമേനിയിൽ നിന്നും കയ്യൂരിൽ നിന്നും പ്രയാണം നടത്തി. ചീമേനി രക്തസാക്ഷി നഗറിൽ നിന്നും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കൊടിമരം കൈമാറി. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച രാവിലെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക. സമ്മേളനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ MLA, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളന സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള കൊടിമര ദീപശിഖ ജാഥകൾ ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മരണ കുടീരങ്ങളിൽ നിന്നാണ് യാത്ര തിരിച്ചത്. 100 കണക്കിന് അത്ലറ്റുകൾ റിലേയായാണ് ഇവ കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തിച്ചത്. ബൈക്കിൽ പതാകയേന്തിയ വളണ്ടിയർമാരും അനുധാവനം ചെയ്തു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ജനാർദ്ദനൻ നയിച്ച ജാഥ 5 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയ്ക്കൊപ്പം കേന്ദ്രീകരിച്ച് ഒന്നിച്ച് പുറപ്പെടുകയായിരുന്നു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ മുനയംകുന്ന രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാബു എബ്രഹാമാണ് ജാഥ നയിച്ചത്. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് അത്ലറ്റുകൾ അണിചേർന്ന ജാഥ M. രാജഗോപാലൻ MLA ആണ് നയിച്ചത്. 4 ജാഥകളും ഒപ്പം ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖകളും അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടിയിലെ കുരുക്കഴിക്കാൻ നടപടിയുമായി അധികൃതർ. അനധികൃത പാർക്കിംഗും തെരുവു കച്ചവടവും നിയന്ത്രിക്കും. മുന്നറിയിപ്പുമായി പോലീസും പഞ്ചായത്ത് അധികൃതരും. പഴയങ്ങാടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ കുരുക്കഴിക്കാൻ അധികൃതർ രംഗത്തെത്തി. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഉഴലുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി കർശനമാക്കാൻ അധികൃതർ രംഗത്തെത്തിയത്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ എരിപുരം മുതൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് വരെയും മാർക്കറ്റ് റോഡ് വരെയും അധികൃതർ സന്ദർശിച്ചു. എരിപുരത്തെയും പഴയങ്ങാടിയിലെയും അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിംഗും ഒഴിവാക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഈ പഴയങ്ങാടി പൊതുവെ വലിയ ഒരു ഗതാഗതക്കുരുക്ക് നേരിടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ ഭാഗത്തുള്ള അനധികൃത പാർക്കിങ്ങുകളെയും അതുപോലെ അനധികൃത കച്ചവടവും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന ഒരു തരത്തിലേക്കുള്ള അതുപോലെ പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിൽ ട്രാഫിക്കിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ നടത്തത്തിൽ ഞങ്ങൾ ഇന്ന് പരിശോധിച്ചപ്പോൾ ഉള്ള ഒരു വിലയിരുത്തൽ. ഒറ്റയടിക്ക് നമുക്കൊരു തീരുമാനത്തിനപ്പുറം RTOൻ്റെ അധികൃതരെ വിളിച്ചു വരുത്തി ടെക്നിക്കൽ എക്സ്പേർട്ട് ഈ നില ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും വിജയകരമായി പല ട്രാഫിക് ജാമുകളും നീക്കിയ സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഴയങ്ങാടിക്കും നമുക്ക് ബാധകമാക്കാൻ RTO വകുപ്പും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രത്യേക ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വിളിച്ചു വരുത്തി സമീപ ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു തീരുമാനം, ഒരു പ്ലാൻ ഉണ്ടാക്കണം. ആദ്യം അതനുസരിച്ചിട്ട് അത് നടപ്പിലാക്കണമെന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഒരാഴ്ചക്കകം നടപടിയുണ്ടാകും. കൃത്യമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ സർവകലാശാല എടട്ടെ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ഭൂമിശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിന് തുടക്കമായി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം തലവൻ ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിരതയും, ഭൗതിക ചലനാത്മകത, സാമൂഹിക ദുർബലതയും കമ്മ്യൂണിറ്റി പ്രതിരോധവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന സെമിനാർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം തലവൻ ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. And if the sarpanch goes and tells that we need to evacuate, that there is a cyclone, there are no questions raised. People evacuate. They first evacuate. They move to the shelters. Maybe that their inherent vulnerability is also forcing them to move, because if they stay in the house, they're very certain that they might die. And that they don't have a lot of value
within the house to protect. They don't have the expensive televisions and a pile of gold or maybe all kinds of gadgets. They tend to move. കാലാവസ്ഥാ വ്യതിയാനം ദൈനംദിന ജീവിതത്തെ എങ്ങനെ രൂപവൽക്കരണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. ഡോക്ടർ ജി ജയലാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി കെ പ്രസാദ്, പ്രൊഫസർ ഡോക്ടർ ഗണപതി വെങ്കട സുബ്രഹ്മണ്യൻ, ഡോക്ടർ അനൂപ് കുമാർ കേശവൻ, പ്രൊഫസർ ഡോക്ടർ സുധീഷ് എസ്, പ്രൊഫസർ ഡോക്ടർ ദീപക് എൻ കെ, പ്രൊഫസർ ഡോക്ടർ മിനി എസ്, സുസ്മിത പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിൽ രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി മുഖ്യപ്രഭാഷകർ പങ്കെടുക്കും. 3 വേദികളിലായി 70ഓളം ഗവേഷക വിദ്യാർത്ഥികൾ പ്രബന്ധ അവതരണം നടത്തും. ഫെബ്രുവരി 6-ന് സെമിനാർ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യാമ്പിന്റെ 17ാം വാർഷികാഘോഷം ഫെബ്രുവരി 6-7 തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി 70ഓളം ജീവനക്കാർ ചേർന്നുള്ള കാവ്യകേരളം മെഗാ ഷോ നടക്കും. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യാമ്പിന്റെ 17ാം വാർഷികാഘോഷം ഫെബ്രുവരി 6-7 തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി 70ഓളം ജീവനക്കാർ ചേർന്ന് കാവ്യകേരളം മെഗാ ഷോ നടത്തും. മൺമറഞ്ഞ മലയാള കവികളുടെ ശ്രദ്ധേയമായ രചനകളെ ആസ്പദമാക്കി മലയാളത്തിന്റെ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മെഡിക്കൽ കോളേജിലെ 70ഓളം ജീവനക്കാരായ ആർട്ടിസ്റ്റുകൾ നൃത്ത, നാട്യ, നടനകലകളുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നാണ് കാവ്യകേരളം. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങി മൺമറഞ്ഞുപോയ കവികളുടെ ശ്രദ്ധേയമായ രചനകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാസൃഷ്ടിയാണ് കാവ്യകേരളം. മഹാകവി ഇടശ്ശേരി, വൈലോപ്പിള്ളി, ചങ്ങമ്പുഴ തുടങ്ങി കുഞ്ഞുണ്ണി മാഷ് വരെയുള്ള കവികളുടെ രചനകളും ഉൾക്കൊള്ളുന്നതാണ് കാവ്യകേരളം. വടക്കൻ കേരളത്തിന്റെ അയോധന കലകളും ഇളങ്കോവടികളുടെ ചിലപ്പതികാരവും ഈ ദൃശ്യവിരുന്നിന്റെ സവിശേഷതയാണ്. കാവ്യകേരളത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KM രാഘവൻ നമ്പ്യാരാണ്. ഉത്തമൻ പാപ്പിരിശ്ശേരിയാണ് സംവിധാനം നിർവഹിക്കുന്നത്. ചിലപ്പതികാരം എഴുത്തച്ഛൻ, കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, വൈലോപ്പിള്ളി, വയലാർ, കുഞ്ഞുണ്ണി മാഷ് വരെയുള്ള എല്ലാ വിഭാഗം നമ്മുടെ പ്രധാനപ്പെട്ട മൺമറഞ്ഞു പോയ കവിശ്രേഷ്ഠന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, അവരുടെ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചാനുഭവം എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദീപു കാരക്കുന്ന് സഹസംവിധാനവും സംഗീത സംവിധാനം രതീഷ് പല്ലവിയുമാണ്. നൃത്ത സംവിധാനം IV വിനോദ് കുമാറും നൃത്തശിക്ഷണം V ശ്രുതി വിനോദും നിർവഹിച്ചിരിക്കുന്നു. പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് ധർമ്മൻ ഏഴോമാണ്. ഫെബ്രുവരി 6-ന് രാത്രി 8:30-ന് അവതരണം നടക്കും. ക്യാമ്പ് പ്രസിഡന്റ് ഡോക്ടർ K രമേശിന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് മുഖ്യാതിഥിയാകും. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ പഴയങ്ങാടി മുട്ടുകണ്ടി പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുന്നു. ഇവ കണ്ടൽക്കാടുകൾക്കും ഭീഷണിയാകുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ മുട്ടുകണ്ടി പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയുന്നു. പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ അലക്ഷ്യമായി തള്ളിയിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്നും മാറ്റാൻ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല. കൂടാതെ പ്രദേശത്തെ കണ്ടൽക്കാടുകൾക്കിടയിലും പുഴയിലും മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇത് കണ്ടൽക്കാടുകൾക്ക് ഏറെ ഭീഷണിയാകുന്നുണ്ട്. പ്രദേശത്ത് മത്സ്യസമ്പത്ത് കുറയാനും കാരണമാകുന്നു. വലിച്ചെറിയൽ നിർത്തണം എന്ന് സർക്കാർ പറയുമ്പോൾ ഈ മുട്ടുകണ്ടി റിവ്യൂ പാർക്കിന് സമീപം നിരന്തരമായി
മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഈ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാസ്റ്റിക്കുകൾ കണ്ടൽക്കാടുകൾക്കിടയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് കണ്ടലിൻ്റെ ജൈവ വൈവിധ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതും ജീവജാലങ്ങൾക്ക്, മത്സ്യങ്ങൾ, മറ്റ് ജന്തുജീവജാലങ്ങൾക്കൊക്കെ നാശം വിതക്കുന്നതുമാണ്. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഏഴോം ഗ്രാമപഞ്ചായത്ത് CCTV ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് സമീപത്തും മാലിന്യം തള്ളുന്ന അവസ്ഥയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്ന അന്നപ്രസാദമൂട്ടിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജനുവരി 29 മുതലാണ് പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് നടന്ന അന്നപ്രസാദമൂട്ടിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി പഞ്ചായത്തിലെ വാടിക്കൽ കടവ് കോഴിബസാർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. കാലവർഷക്കെടുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. മാടായി പഞ്ചായത്തിലെ വാടിക്കൽ കടവ് കോഴിബസാർ റോഡിന് ശാപമോക്ഷമായി. തകർന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തുക എന്നത്. ഈ സാഹചര്യത്തിലാണ് MLA റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ച പ്രവൃത്തി തുടങ്ങിയത്. M. വിജിൻ MLA പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിന് 6 കോടി രൂപയാണ് ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ലഭ്യമായത്. 6 കോടി രൂപ 10 പഞ്ചായത്തുകൾക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഗ്രാമീണ റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് ഇപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. പത്മിനി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന, പഞ്ചായത്ത് അംഗം A. മുനീർ, P. ജനാർദ്ദനൻ, PV വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. DYFI ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതിയുടെ 2ാം വാർഷികാഘോഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. DYFI ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതിയുടെ 2ാം വാർഷികാഘോഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. 100 പൊതിച്ചോറുമായി അവിടെയുള്ള ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു. 100 പൊതിച്ചോറുമായി ആ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ ജില്ലാ നേതൃത്വത്തിന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ 100 പൊതിച്ചോറൊക്കെ വാങ്ങാൻ ആളുണ്ടാവുമോ എന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പൊതിച്ചോറെല്ലാം വിതരണം ചെയ്യാൻ കഴിയുകയും തുടർന്നങ്ങോട്ട് ഏതാണ്ട് 6000-നും 7000-നും ഇടയിൽ പൊതിച്ചോറ് ആ മെഡിക്കൽ കോളേജിൽ മാത്രം വിതരണം ചെയ്യുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷക്കാലമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി യൂണിറ്റുകൾ ശേഖരിക്കുന്ന പൊതിച്ചോറുകൾ മേഖലാ കമ്മിറ്റികളാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി CP ഷിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സരിൻ ശശി, ജില്ലാ വൈസ് പ്രസിഡന്റ് PP സിദിൻ, ഷിബിൻ കാനായി, A. സുധാജ്, PV ശിവശങ്കരൻ, P. ജിതിൻ, കിരൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാട്ടൂൽ മേഖലാ കമ്മിറ്റിയാണ് ഇന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി പാലത്തിന് മുകളിൽ കാണപ്പെട്ട ആടിന്റെ ജഡം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു. രാവിലെ 10 മണിയോടെയാണ് നീക്കം ചെയ്തത്. തിങ്കളാഴ്ച രാവിലെയാണ് പഴയങ്ങാടി പാലത്തിന് മുകളിൽ ആടിന്റെ ജഡം കണ്ടെത്തിയത്. വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ വീണുപോയതാണെന്നാണ് സംശയം. ഇത് റോഡിൽ നിന്ന് നീക്കം ചെയ്യാത്തത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. അസഹ്യമായ ദുർഗന്ധവുമുണ്ടായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
PV സജീവന്റെ നേതൃത്വത്തിലാണ് ഇത് നീക്കം ചെയ്തത്. പാലത്തിന് താഴെ ആടിന്റെ ജഡം കുഴിച്ചുമൂടി. ഇന്നലെ രാവിലെ ഒരു ആട് വണ്ടി തട്ടിയിട്ടോ അല്ല വണ്ടിയിൽ നിന്ന് വീണിട്ടോ എങ്ങനെയോ ഇവിടെ ചത്തി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വണ്ടിയോടുകൂടിയാണ്. അപ്പോൾ രാവിലെ തന്നെ രാത്രി തൊഴിലാളികളെ വിളിച്ചു, ആരും തൊഴിലാളികൾ കിട്ടിയില്ല. അപ്പോൾ രാവിലെ തന്നെ തൊഴിലാളികൾ പരിധിയാണെന്ന് ഇപ്പോൾ തൊഴിലാളികളായിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ശുചിത്വമായ രംഗത്ത് പഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിപ്പോകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചിത്രകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന തൃക്കരിപ്പൂരിലെ KK മാസ്റ്ററുടെ 9ാം ചരമവാർഷിക ഭാഗമായി യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതിയുടെ തൃക്കരിപ്പൂരിലെ ആദ്യകാല നേതാവായിരുന്ന KK മാസ്റ്ററുടെ 9ാം ചരമവാർഷിക ദിനാചരണം തൃക്കരിപ്പൂരിൽ നടന്നു. യുവകലാസാഹിതി തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P. കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഗത്തുനിന്നും തയ്യാറായി ഇല്ല എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കഴിയുന്ന സമയത്ത് ആ പത്രപ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന മറ്റേ കാര്യങ്ങളൊക്കെ പത്രത്തിൽ കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിത്രരചനയിൽ മരിച്ചപ്പോൾ സമയത്താണ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പഴയ കെട്ടിടത്തിലെ ചിത്രങ്ങൾ പത്രത്തിൽ വന്നു. VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. M. ഗംഗാധരൻ, MP ബിജീഷ്, KV രാഘവൻ മാസ്റ്റർ, രവീന്ദ്രൻ മാണിയാട്ട്, A. മുകുന്ദൻ, KV ദിലീഷ്, U. രജീഷ്, K. മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരിക് ഇടിഞ്ഞത് അപകട ഭീഷണിയാകുന്നു. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡിലാണ് റോഡരിക് ഇടിഞ്ഞ് അപകട ഭീഷണിയാകുന്നത്. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡിൽ അരികിടിഞ്ഞ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡരിക് ഇടിഞ്ഞിരിക്കുന്നതിനാൽ വാഹനങ്ങൾ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കാൽനടയാത്രയും ചെയ്യുന്നത്. റോഡരിക് ഇടിഞ്ഞത് കെട്ടി സംരക്ഷിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയായും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ റോഡരിക് കെട്ടി സംരക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആലക്കാട് നാരായണൻ നായർ സ്മാരക UP സ്കൂൾ കെട്ടിടോദ്ഘാടനം ഫെബ്രുവരി 6 വൈകുന്നേരം 6:30 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടോദ്ഘാടനം ഫെബ്രുവരി 6 വ്യാഴാഴ്ച വൈകിട്ട് 4:30 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1938 നാരായണൻ നായർ മാനേജരായ സ്കൂൾ സ്ഥാപിച്ചത്. 1948 സ്കൂൾ സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു. 2022 മാനേജ്മെന്റ് സ്കൂൾ ഗവൺമെന്റിന് വിട്ടുനൽകി. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് 10 ലക്ഷം രൂപയുടെ ഫർണിച്ചർ നൽകിയിരുന്നു. 87 വർഷമായി അനേകം വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകിയ വിദ്യാലയത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രഥമാധ്യാപിക T ഗീത, KV സുരേഷ് ബാബു, KP കണ്ണൻ, C രമേശൻ, K മധുസൂദനൻ നമ്പ്യാർ, KP രാഘവൻ, PV സംഗീത, K ജ്യോതി ടീച്ചർ, K വേലായുധൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് പയ്യന്നൂരിൽ ഭാഗികം. പണിമുടക്ക് KSRTC MD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം KSRTCയെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് ഗതാഗത മന്ത്രി. ചീമേനിയിൽ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയി 4 മണിക്കൂറിനകം വീട് കുത്തിത്തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീടാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്.
വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം ആണവ ഊർജ്ജമാണെന്ന നിർദ്ദേശം കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ചീമേനി ഗ്രാമം വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ ആഴത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ചീമേനി പുതിയ കാലത്ത് ആണവ നിലയത്തിന്റെ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നു. പഴയങ്ങാടിയിലെ കുരുക്കഴിക്കാൻ നടപടിയുമായി അധികൃതർ. മുന്നറിയിപ്പുമായി പോലീസും പഞ്ചായത്ത് അധികൃതരും. പഴയങ്ങാടിയിലെ അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിംഗും ഒഴിവാക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.